അൻവറിന്റെ UDF പ്രവേശനത്തിന് വഴി തെളിയുന്നു. അൻവറിന്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് UDF ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നും ഒറ്റയ്ക്ക് എടുക്കാനാകുന്ന തീരുമാനമല്ല എന്നും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും VD സതീശൻ. തനിക്കെതിരെ PV അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനായിരുന്നു. കാലത്തിന്റെ കാവ്യനീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂട്ടിച്ചേർത്തു. PV അൻവർ UDFുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ല, അത് UDF തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. UDF ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് UDF നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞാണ്. അദ്ദേഹത്തെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എനിക്കെതിരായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചു. അതേ ആളെ കൊണ്ട് തന്നെ ആ ആരോപണം ഉന്നയിപ്പിച്ച പിണറായി വിജയന് എതിരായിട്ട് ഇനി വല്ലതും വല്ലതും പറയാനുണ്ടോ? അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് ഞാൻ പറയാറുള്ളത്. സാധാരണ അത് സംഭവിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രസക്തിയില്ല. രാഷ്ട്രീയമായ തീരുമാനം രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കും. എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ആ കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. അല്ല, ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. തീരുമാനം എടുത്തിട്ടില്ല, ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഓരോ ചാനലുകൾ ഓരോരുത്തരെ ഓരോ ദിവസം എടുക്കുകയാണ്. ഏത് UDFിലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന നടത്തി. ഒരു ദിവസം അൻവറിനെ UDFിൽ എടുത്തു, ഒരു ദിവസം ജമാഅത്ത് ഇസ്ലാമി എടുത്തു, ഒരു ദിവസം ജോസ് കെ മാണി എടുത്തു. അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലല്ല, നിങ്ങൾ അതൊന്നുമല്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തരെ എടുത്തുകൊണ്ടിരിക്കുക. UDFിലേക്ക് നിങ്ങൾ എഴുതുകയാണ്. ഞാൻ എന്നിട്ട് എന്നോട് വന്ന് ഉച്ചയ്ക്ക് ചോദിക്കുക എന്തായിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.